പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പൊതുമണ്ഡലം കഴിഞ്ഞ കുറച്ച് ദിവസമായി ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു പ്രമുഖ നടൻ എറണാകുളത്തെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് അയാളുടെ മുറിയിൽ നിന്ന് 314 നമ്പർ മുറിയിൽ നിന്ന് താഴോട്ട് ചാടി ഒരു സ്വിമ്മിംഗ് പൂളിൽ വന്ന് വീണു. അവിടുന്ന് ചാടി ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നടൻ്റെ പേര് ഷൈൻ ടോം ചാക്കോ എന്നാണ്. അയാൾ ഓടി എവിടെയോ പോയി, അത് കഴിഞ്ഞ് അയാൾ തിരിച്ചു വന്നു, ഹാജരായി, അയാളെ ചോദ്യം ചെയ്തു, അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അയാളെ വിട്ടു. അയാളുടെ നഖം, മുടി, ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. വൈദ്യപരിശോധന കാത്ത് പോലീസൊക്കെ ആശങ്കയോടുകൂടി വിത്ത് ബെയ്റ്റഡ് ബ്രത്ത് എന്ന് പറഞ്ഞ പോലെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്, പുറത്ത് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നു, ഒരുപക്ഷെ പൊതുമണ്ഡലത്തിൽ വിശദമായി ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയമാണ്. കുറച്ചൊക്കെ ചർച്ചകൾ നടന്നിട്ടുണ്ട്, പക്ഷേ കാര്യകാരണ സഹിതം വസ്തുനിഷ്ഠമായ വിഷയം സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ ഷൈൻ ടോം ചാക്കോയും 4 വനിതാ മോഡലുകളും ഉൾപ്പെട്ട ഒരു കൊക്കൈൻ കേസ് ഉണ്ടായിരുന്നു. കൊക്കൈൻ കേസ് അത് 2015 ജനുവരി 30-നാണ് അത് എറണാകുളത്ത് വെച്ച് ആ കൊക്കൈൻ കേസ് ഉണ്ടാകുന്നതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകും. ആ കേസ് 2015-ലുണ്ടായി. 2025 ഫെബ്രുവരി 11-ന് എറണാകുളം അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജ് ശ്രീമതി സുലേഖ എം ഏതാണ്ട് 60 പേജുള്ള ഒരു വിധിന്യായത്തിലൂടെ ആ കേസിൽ ഉൾപ്പെട്ട 8 പ്രതികളുണ്ടായി. 8 പ്രതികളെയും കുറ്റവിമുക്തരാക്കുകയുണ്ടായി. അപ്പോൾ ആ വിധിന്യായത്തിലൂടെ ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞ ഈ നടനും കുറ്റവിമുക്തനാക്കപ്പെട്ടു. അപ്പോൾ അയാൾ ആ കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിനുണ്ടായിട്ടുള്ള വീഴ്ചകളെ കുറിച്ചിട്ട് ആ വിധിന്യായത്തിൽ എണ്ണി പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചില കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതായത് ഗസറ്റഡ് ഓഫീസർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ചില കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന നടൻ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുന്നത്, അയാൾ രക്ഷപ്പെടാൻ ഉണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കൊണ്ടാണ് അയാൾ ഈ കേസിൽ നിന്ന് ഊരിപ്പോയത്. അതാണ് ഞാൻ ഈ കേസ് പഠിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇത് 30/1/2015 ആണ് നടന്നത്. 8 പ്രതികൾ ഉണ്ടായിരുന്നു. അതിൽ 3-ാം പ്രതിയായിരുന്നു ഷൈൻ ടോം ചാക്കോ. അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനായിരുന്നു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ അഭിഭാഷകനായിട്ടുള്ള ബി രാമൻപിള്ള. ശരിക്കും രാമൻപിള്ളയുടെ വാത്ത് തുറന്നിട്ടാണ് ഈ കേസിൽ നിന്ന് ഇവരെല്ലാവരും ഊരിപ്പോകുന്നത്. അതിൻ്റെ വിശദാംശങ്ങളാണ് ഞാൻ ഇനി എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഇയാൾ ഊരിപ്പോകുന്നു, ഇതാണ് എൻ്റെ ചർച്ചാ വിഷയം. സുഹൃത്തുക്കളെ, ഈ കേസിൽ 8 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 4 മോഡലുകൾ ഉണ്ടായിരുന്നു. വേറെ 2 പേര് 4 മോഡലുകൾ ഉണ്ടായിരുന്നു. ഷൈൻ ടോം ചാക്കോ ഉണ്ടായിരുന്നു. ഇന്ത്യക്കാരായിട്ടുള്ള വേറെ 2 പേരുണ്ടായിരുന്നു. ഒരു നൈജീരിയൻ നാഷണൽ ഉണ്ടായിരുന്നു. അങ്ങനെ 8 പ്രതികളാണ്. അതിലൊന്ന് രേഷ്മ രംഗസ്വാമി, 26 വയസ്സുള്ളൊരു മോഡലാണ്. ബ്ലെസ്സി സിൽവെസ്റ്റർ, 22 വയസ്സുള്ളൊരു മോഡലാണ്. പിന്നെ ഷൈൻ ടോം ചാക്കോ, പിന്നെ ടിൻസി ബാബു എന്ന് പറഞ്ഞൊരു മോഡൽ, 25 വയസ്സ്. പിന്നെ ഒക്കോവെ ചിഗോസി കോളിൻസ് എന്ന് പറഞ്ഞ ഒരു നൈജീരിയൻ നാഷണൽ. പിന്നെ സ്നേഹ ബാബു എന്ന് പറഞ്ഞ വേറൊരു മോഡൽ. പിന്നെ പൃഥ്വിരാജ്, ജസ്ബീർ സിംഗ് എന്ന് പറയുന്ന 8 പ്രതികളാണ് ഇതിനകത്ത് ഉണ്ടായത്. അതിൽ പ്രോസിക്യൂഷൻ കേസ് എന്ന് പറയുന്നത് ഈ NDPS ആക്ട് ഉണ്ട്, 1985. അത് നാർക്കോട്ടിക് ഡ്രഗ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് എന്നാണ് NDPS ആക്ട് എന്ന്. സൈക്കോട്രോപിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറിനെ ബാധിക്കുന്ന മൂഡ് മാറ്റങ്ങൾ, നിങ്ങളുടെ ചിന്തയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന നിലയിലുള്ള നിങ്ങളുടെ തലച്ചോറിനെ ബാധിക്കുന്ന സബ്സ്റ്റൻസസ്, അതിനാണ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. അതാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് സൈക്കോട്രോപിക് ആക്ട് എന്ന് പറയുന്ന NDPS എന്ന് പറഞ്ഞിട്ടുള്ള ആക്ട് 1985. വളരെ ഈ പറഞ്ഞ പോലെ കർശനമായിട്ടുള്ള വ്യവസ്ഥകൾ അടങ്ങിയിട്ടുള്ള ഒരു നിയമമാണ്. കാരണം ഈ പറഞ്ഞതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, സൈക്കോട്രോപിക് സബ്സ്റ്റൻസസിൻ്റെ ഉപയോഗമാണല്ലോ.
അപ്പോൾ സ്വാഭാവികമായി ഇത് വളരെ കർശനമായിട്ടുള്ള നിബന്ധനകളാണ്, കർശനമായിട്ടുള്ള ശിക്ഷാവിധികളാണ് പിന്നെ ആക്റ്റിൽ ഉള്ളത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ NDPS ആക്റ്റിലെ പിന്നെ വകുപ്പുകൾ ലംഘിച്ച് ഈ 8 പ്രതികളും കൊക്കൈൻ വിൽക്കാനും കയ്യിൽ വെക്കാനും ഉപയോഗിക്കാനും ഗൂഢാലോചന നടത്തി. ഇതാണ് പ്രോസിക്യൂഷൻ കേസ്. ആ പ്രോസിക്യൂഷൻ കേസ് പ്രകാരം 30/1/2015 രാത്രി 12 മണിക്ക് 6-ാം പ്രതി ഒക്കോവോ ചുഗോസി കോളിൻസ് സി എന്ന 1-ാം പ്രതി, നൈജീരിയക്കാരൻ നാഷണൽ 6-ാം പ്രതിയാണ് അയാൾ, 1-ാം പ്രതി രേഷ്മ സ്വാമി രംഗസ്വാമി, 2-ാം പ്രതി ബ്ലെസ്സി സിൽവസ്റ്റർ എന്നിവർക്ക് 7-ാം പ്രതിയും 8-ാം പ്രതിയുമായിട്ടുള്ള പൃഥ്വി സിംഗ്, ജസ്ബീർ സിംഗ് എന്നിവർ വഴി, അപ്പോൾ ഈ 1-ാം പ്രതിയും 2-ാം പ്രതിയുമായിട്ടുള്ള ഈ പിന്നെ മോഡലുകൾക്ക് ഈ നൈജീരിയൻ നാഷണൽ ഇന്ത്യക്കാരായിട്ടുള്ള 2 പേര് വഴി 10 ഗ്രാം കൊക്കൈൻ വിൽക്കുകയും, കൊക്കൈൻ വിറ്റു എന്നുള്ളത് ഒരു കേസ്, ഒരു കുറ്റം. കൊക്കൈൻ വിൽക്കുന്നതിനും ഉപയോഗിക്കുന്നതിനുമായി 1 മുതൽ 5 വരെ പ്രതികൾ എറണാകുളത്തെ കവലക്കൽ അമ്പലത്തിനടുത്തുള്ള സ്കൈലൈൻ ടോപ്പാസ് അപ്പാർട്ട്മെൻറ്റിൻ്റെ 13-ാമത്തെ നിലയിലുള്ള 13F 14F ഫ്ലാറ്റുകളിൽ വെച്ച് ഒരു സ്മോക്ക് പാർട്ടി നടത്തി. അതാണ് കേസിനാസ്പദമായിട്ടുള്ളത്. 1-ാം പ്രതിയായിട്ടുള്ള രേഷ്മ രംഗസ്വാമിയുടെ കൈവശം അവർ ധരിച്ചിരുന്ന ജീൻസിൽ സൂക്ഷിച്ചിരുന്ന 10 പാക്കറ്റുകളിലായി സൂക്ഷിച്ചിരുന്ന 7 ഗ്രാം കൊക്കൈൻ പിടിച്ചെടുത്തു. 1 മുതൽ 5 വരെ പ്രതികൾ സ്മോക്ക് പാർട്ടിയിൽ കൊക്കൈൻ ഉപയോഗിക്കുന്നതായി കണ്ടെത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ NDPS ആക്ടിലെ 21B, 27A, 29 പ്രകാരമുള്ള കുറ്റങ്ങൾ ചെയ്തു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കേസ്. പ്രോസിക്യൂഷൻ കേസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി പ്രതികളുടെ പിന്നെ പ്രധാനപ്പെട്ട ഒരു വാദമുണ്ട്. ആ വാദമാണ് കോടതി അംഗീകരിച്ച് ഇവരെ വെറുതെ വിട്ടത്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കിക്കോണം. അതിൽ പ്രധാനപ്പെട്ട പ്രതിഭാഗത്തിൻ്റെ വാദം എന്താണെന്ന് വെച്ചാൽ, ഈ NDPS ആക്ടിലെ സെക്ഷൻ 50 പ്രകാരമുള്ള നടപടികളുണ്ട്. NDPS ആക്ടിലെ സെക്ഷൻ 50 പ്രകാരമുള്ള നടപടികൾ, ആ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, NDPS ആക്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും കർശനമായിട്ടുള്ള ഒരു ആക്റ്റാണ്. കാരണം നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നതിനെതിരായിട്ടുള്ള കുറ്റങ്ങൾ പറയുന്നതാണ് ഈ ആക്ട് എന്നുള്ളതുകൊണ്ട് വളരെ കർശനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ കേസിൽ പ്രതികൾ കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുമ്പോൾ വളരെ കർശനമായിട്ടുള്ള നടപടിക്രമങ്ങളും ആ ആക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കുറ്റം കർശനമായതുകൊണ്ട് ആ കുറ്റം നടന്നോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളും വളരെ ഈ പറഞ്ഞ പോലെ സ്ക്രൂപ്പുലെസ് ആയിട്ട് ഫോളോ ചെയ്യണം എന്ന് ആ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി പരിശോധന, അതായത് ഒരാൾ ഇപ്പോൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ പരിശോധന നടത്തേണ്ടത് ഗസറ്റഡ് ഓഫീസറുടെയോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെയോ സാന്നിധ്യത്തിലായിരിക്കണം. അതാണ് 1-ാമത്തെ കണ്ടീഷൻ. 2-ാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് മേൽ പരിശോധന നടത്തുന്നത് സ്ത്രീ ആയിരിക്കണം. അങ്ങനെ 2 പ്രധാനപ്പെട്ട നിബന്ധനകൾ ഈ NDPS ആക്ടിൻ്റെ സെക്ഷൻ 50 പറയുന്നുണ്ട്. ഒന്ന്, ഗസറ്റഡ് ഓഫീസറുടെയും മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിലായിരിക്കണം. 2, സ്ത്രീകൾക്ക് മേൽ പരിശോധന നടത്തുന്നത് സ്ത്രീകളായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി വിധിയിൽ 2-3 പ്രധാനപ്പെട്ട വിധിന്യായങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ വേഴ്സസ് പരമാനന്ദ് ആൻഡ് അതേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു വിധിയെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പരംജിത്ത് ആൻഡ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറഞ്ഞിട്ട് 1977 ഒരു വിധി. ധരംവീർ ലഖാറാം ശർമ്മ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിധി. അത് 3-ാമത്തെ വിധി 2001, 2-ാമത്തെ വിധി 1977, 1-ാമത്തെ വിധി 2014. അപ്പോൾ അതിൽ പ്രധാനമായി പറയുന്ന ആ വിധിന്യായങ്ങളെല്ലാം പ്രധാനമായി പറയുന്നത് എന്താണെന്നറിയാം? സംയുക്ത പരിശോധന സെക്ഷൻ 50 ലെറ്റർ ആൻഡ് സ്പിരിറ്റിനെതിരാണ്. അതായത് ഇപ്പോൾ കുറച്ച് പേര് ഈ പറഞ്ഞ പോലെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആ കണ്ടെത്തുന്ന ഓരോരുത്തരെയും വ്യക്തിഗതമായി പരിശോധിക്കണം, അല്ലാതെ കൂട്ടായി പരിശോധിക്കാൻ പാടില്ല. എന്ന് മാത്രമല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്ക് പരിശോധിക്കപ്പെടണമെന്ന ആവശ്യം പരിശോധിക്കപ്പെടുന്ന വ്യക്തിയെ അറിയിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ കുറച്ച് പേര് മയക്കുമരുന്ന് കഴിക്കുന്നിടത്തേക്ക് ഗസറ്റഡ് ഓഫീസറോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റോ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വേണം പരിശോധിക്കാൻ എന്നുള്ള കാര്യം ഒറ്റയ്ക്കൊറ്റയ്ക്ക് പരിശോധിക്കുകയും ആ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പരിശോധിക്കണം എന്നുള്ളത് അവരെ അറിയിക്കുകയും ചെയ്യേണ്ടതും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ NDPS ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങളുടെ ശിക്ഷ കർശനമാണ്. നേരത്തെ സൂചിപ്പിച്ചു, കുറ്റങ്ങളുടെ ശിക്ഷ കർശനമായത് കൊണ്ട് നടപടിക്രമങ്ങളും കൃത്യമായി പിന്തുടരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. തെറ്റായി കേസിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെ പ്രതികൾക്ക് ലഭ്യമായ കുറഞ്ഞ മുൻകരുതലാണിത്. കാരണം അവരെ തെറ്റായിട്ട് ഇംപ്ലിക്കേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഇംപ്ലിക്കേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രതികൾക്ക്
നിയമം അനുവദിച്ചിട്ടുള്ളൊരു സേഫ് ഗാർഡാണിത്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് പരിശോധിക്കണമെന്ന ആവശ്യം കൃത്യമായും സംശയലേശമന്യേയും വ്യക്തിഗതമായും പരിശോധിക്കുന്ന വ്യക്തിയെ അറിയിക്കണം. അതാണ് ഈ വിധിന്യായത്തിൽ പറയുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് പരിശോധിക്കണം എന്ന് പറഞ്ഞ ആവശ്യം കൃത്യമായും സംശയലേശമന്യേയും വ്യക്തിഗതമായും അറിയിക്കണം. ഇത്തരമൊരു അവകാശം നിലനിൽക്കുന്നു എന്ന് പ്രതിയെ അറിയിക്കണം. സംയുക്തമായി ഇക്കാര്യം അറിയിക്കുന്നത് ആ അവകാശത്തെക്കുറിച്ചുള്ള ബോധ്യം കൃത്യമാകുന്നതിന് ഇടയാക്കും. ഇത് ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയേക്കാം. അതുകൊണ്ട് ഈ അവകാശത്തിൽ വെള്ളം ചേർക്കാൻ പാടില്ല. അതുകൊണ്ട് പരിശോധന അടുത്തുള്ള മജിസ്ട്രേറ്റിൻ്റെയോ ഗസറ്റഡ് ഓഫീസറുടെയോ സാന്നിധ്യത്തിൽ നടത്താനുള്ള അവകാശം പ്രതിക്കുണ്ടെന്ന വിവരം പ്രതിയെ വ്യക്തിഗതമായി അറിയിക്കണമെന്ന് NDPS ആക്ടിൻ്റെ സെക്ഷൻ 50(1) പറയുന്നുണ്ട്. ഇതാണ് ഇതിനകത്ത് പറയുന്നത്. ആ വിധിന്യായങ്ങളെല്ലാം വിശദമായി കോടതി വിധിയിൽ പറഞ്ഞതിന് ശേഷം 53ാമത്തെ ഖണ്ഡികയിൽ എന്താ പറഞ്ഞിരിക്കുന്നറിയാവോ? 1, 2, 4, 5 എന്നിവരെ ബിന്ദു എന്ന് പറഞ്ഞ വിമൻ പോലീസ് ഓഫീസർ ഒരു പ്രത്യേക മുറിയിൽ പരിശോധിച്ചു. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇവരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പരിശോധിച്ചില്ല. ഇവരെ എല്ലാവരെയും 1, 2, 4, 5 എന്ന് പറഞ്ഞ പ്രതികളെ ഒരു വിമൻ പോലീസ് ഓഫീസർ ബിന്ദു അവരെ ഒരു പ്രത്യേക മുറിയിൽ വെച്ച് പരിശോധിച്ചു. ആ സമയത്ത് ഗസറ്റഡ് ഓഫീസർ മുറിക്ക് പുറത്തായിരുന്നു. അയാൾ A3യുടെ ശരീര പരിശോധനയ്ക്ക് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. A3 എന്ന് പറഞ്ഞാൽ ഷൈൻ ടോം ചാക്കോയുടെ ശരീര പരിശോധനയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഗസറ്റഡ് ഓഫീസർ പുറത്ത് നിൽക്കുമ്പോൾ ബാക്കിയുള്ള 4 പ്രതികളെ ഒരുമിച്ചാണ് ഈ ബിന്ദു എന്ന സ്ത്രീ പരിശോധിച്ചത്. 1, 2, 4, 5 എന്ന പ്രതികളെ ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ പരിശോധിച്ചില്ല. ഒരടച്ചിട്ട മുറിയിൽ വെച്ചിട്ടാണ് ഈ വിമൻ പോലീസ് ഓഫീസർ 1ാം പ്രതിയിൽ നിന്നും കൊക്കൈൻ പിടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ NDPS ആക്ടിലെ സെക്ഷൻ 50 പിന്തുടർന്നില്ല എന്നുള്ളത് കൊണ്ട് മയക്കുമരുന്ന് പിടിച്ചെടുത്തതും കണ്ടെടുത്തതും നിയമപരമല്ലാത്തതും എന്ന് പ്രതിഭാഗം. അപ്പോൾ ക്ലിയർ ആണല്ലോ. NDPS ആക്ടിലെ സെക്ഷൻ 50 പ്രകാരം ഗസറ്റഡ് ഓഫീസറുടെയോ മജിസ്ട്രേറ്റിൻ്റെയോ സാന്നിധ്യത്തിൽ ഇത് ആരിൽ നിന്നാണോ കണ്ടുപിടിക്കുന്നത് അവരെ വ്യക്തിഗതമായി പരിശോധന നടത്തണം. അവർ പരിശോധിക്കപ്പെടാനുള്ള അവകാശം അവർക്കുണ്ടെന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം. ഇതെല്ലാം ചെയ്യുന്നതിന് പോലെ ഇവരെ ഒരുമിച്ചാണ് പരിശോധിച്ചത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി പറഞ്ഞു, ഇറ്റ് ഈസ് സെറ്റിൽഡ് ലോ ദാറ്റ് സെക്ഷൻ 50 ഈസ് ടു ബി മാൻഡേറ്ററിലി കംപ്ലൈഡ് ഇൻ ലെറ്റർ ആൻഡ് സ്പിരിറ്റ്. ലെറ്റർ ആൻഡ് സ്പിരിറ്റിലും NDPS ആക്ടിലെ സെക്ഷൻ 50 പിന്തുടരേണ്ടതുണ്ട്. അത് സെറ്റിൽഡ് ലോയാണ്. പക്ഷേ അത് ഇവിടെ ഫോളോ ചെയ്തില്ല. എന്നിട്ട് പാര 54 പറയുന്നത് എന്താണ്? മയക്കുമരുന്ന് കൈവശമുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള തെളിവ് ശേഖരിക്കാനുള്ള ഉപാധിയാണ് NDPS ആക്ടിന് കീഴിലുള്ള കുറ്റങ്ങളിൽ വ്യക്തിഗത പരിശോധന, പേഴ്സണൽ സെർച്ച്. അതുകൊണ്ട് തന്നെ ആക്ടിലെ സെക്ഷൻ 50 പറയുന്ന മുൻകരുതലുകൾ കുറ്റമറ്റ രീതിയിൽ പിന്തുടർന്നേ മതിയാവും കോടതി പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങൾ ഫെയറും റീസണബിളും ജസ്റ്റുമായിരിക്കണം, അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഹനിക്കപ്പെടും. ഒരു നിയമം ന്യായമായ നടപടിക്രമം നിഷ്കർഷിക്കുന്നുണ്ട് എങ്കിൽ അത് തുടർന്നേ മതിയാവൂ. ഇവിടെ NDPS ആക്ടിലെ സെക്ഷൻ 50 പിന്തുടരുന്നതിൽ ഗുരുതരമായ പിഴവുണ്ടായിരിക്കുന്നു. NDPS ആക്ടിലെ സെക്ഷൻ 50 വ്യക്തമായി ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ളവർ രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം NDPS ആക്ടിലെ സെക്ഷൻ 50 നഗ്നമായി ലംഘിക്കപ്പെട്ടത്. പിന്നെ പാര 55 ഉണ്ട്. പാര 55 ഈ പറഞ്ഞ സാക്ഷിമൊഴികളിലുള്ള ഒരുപാട് വീഴ്ചകളും വൈരുദ്ധ്യങ്ങളും ജഡ്ജി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പിടിച്ചെടുത്ത മയക്കുമരുന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ PW21 ഏൽപ്പിച്ചു എന്ന് D1 D2 രേഖകളിൽ പറയുന്നു. പിടിച്ചെടുത്ത മയക്കുമരുന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഏൽപ്പിച്ചു. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ മയക്കുമരുന്ന് പിടിച്ചെടുത്ത സ്ഥലത്ത് ഇല്ലായിരുന്നുവെന്ന് എല്ലാ സാക്ഷികളും കോടതിയിൽ പറഞ്ഞു. കടവന്ത്ര പോലീസ് സ്റ്റേഷനിലെ SI ഷാജി വിസ്തരിച്ചപ്പോൾ ഇതെല്ലാം ടൈപ്പോഗ്രഫിക്കൽ മിസ്റ്റേക്ക് ആണെന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷേ ഈ കാര്യം കോടതിയിൽ ഫയൽ ചെയ്തിട്ടില്ല, പ്രധാനപ്പെട്ട വീഴ്ച. അതുപോലെ പാരഗ്രാഫ് 56 പറയുന്നു, കെമിക്കൽ അനാലിസിസ് സർട്ടിഫിക്കറ്റിൽ A1 മുതൽ A5 വരെ ഉള്ളവരുടെ ബ്ലഡ് സാമ്പിളിൽ അവർ കൊക്കൈൻ ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടില്ല. കൊക്കൈൻ ഉപയോഗിക്കാനായി കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് 2, 3, 4, 5 പ്രതികൾ ഉണ്ടായിരുന്നതായി പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. ആലോചിച്ച് നോക്ക്, കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് 2, 3, 4, 5 പ്രതികൾ ഉള്ളതായി പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. 1 മുതൽ 5 ആയിട്ടുള്ളവരുടെ രക്തസാമ്പിളിൽ കൊക്കൈൻ ഉണ്ട് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട വീഴ്ച എന്താണ്? സൈറ്റ് പ്ലാനിലും സീൻ മഹസറിലും കസേര, മേശ, ആഷ്ട്രേ എന്നിവയെ കുറിച്ചിട്ട് പരാമർശമില്ല. 4, സാമ്പിൾസ് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ വെച്ച് എടുക്കുകയോ ഇൻവെന്ററി ശരിയാണെന്ന് മജിസ്ട്രേറ്റ് സർട്ടിഫൈ ചെയ്തിട്ടോ ചെയ്യുകയോ ഉണ്ടായിട്ടില്ല. എന്നിട്ട് പാരഗ്രാഫ് 57 പറയുന്നത് NDPS ആക്ടിലെ സെക്ഷൻ 52A പ്രകാരം മയക്കുമരുന്ന് കണ്ടെടുക്കുമ്പോൾ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഉദ്യോഗസ്ഥൻ കണ്ടെടുത്ത മയക്കുമരുന്നിന്റെ വിശദാംശങ്ങൾ തയ്യാറാക്കി
ഫുൾ പ്രൂഫായിട്ടല്ല. പാരഗ്രാഫ് 58 പറയുന്നുണ്ട് പ്രോപ്പർട്ടി ലിസ്റ്റ് തയ്യാറാക്കണമെന്ന്. പ്രോപ്പർട്ടി ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും അത് കൃത്യമായി 52A പറയുന്നത് പോലെ തയ്യാറാക്കിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള എല്ലാ പ്രതികളും 2015 നടന്ന കൊക്കൈൻ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത്. ഒന്ന്, സെക്ഷൻ 50 ഫോളോ ചെയ്തിട്ടില്ല. അതുപോലെ ഒരുപാട് വീഴ്ചകളും വൈരുദ്ധ്യങ്ങളും മൊഴികളിലുണ്ടായിരുന്നു. ഇൻവെൻ്ററി തയ്യാറാക്കിയത് ഫുൾ പ്രൂഫായിട്ടല്ല. പ്രോപ്പർട്ടി ലിസ്റ്റ് തയ്യാറാക്കിയതും ഫുൾ പ്രൂഫായിട്ടില്ല. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഷൈൻ ടോം ചാക്കോയും 4 മോഡലുകളും ഉൾപ്പെടെയുള്ള 8 പ്രതികളും ഈ പറഞ്ഞതുപോലെ 2015 ജനുവരി 30 നടന്ന ആ കൊക്കൈൻ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത് എന്നുള്ളതാണ് ഈ വിധി വിശദമായി വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.